ഹലോ, ഇന്ന് ഞാനൊരു ഈസി ഉണ്ണിയപ്പമാണ് കേട്ടോ കാണിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അരി അരക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ ഒരു ഉണ്ണിയപ്പം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ അധികമൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതിയാവും. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഏത് അരിപ്പൊടി ആയാലും മതി, നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിപ്പൊടി ആയാലും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ചിരവിയതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, എള്ളുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ നേന്ത്രപ്പഴമാണ് ചേർക്കുന്നത്. ഒരു വലിയ പഴം ആയതുകൊണ്ട് ഇതിൻ്റെ അരഭാഗം മാത്രമേ ചേർക്കുന്നുള്ളൂ. ചെറിയ പഴമാണെങ്കിൽ ഫുള്ള് ചേർത്തോളൂ. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത് പഴം വേണമെങ്കിൽ എടുക്കാം. ചെറുപഴമാണെങ്കിൽ ഒരു ചെറുപഴം ചേർത്ത് കൊടുത്താൽ മതി. അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇതങ്ങ് മാറ്റി വെക്കുക. ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കിലോ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം തന്നെ വേണം. എന്നിട്ട് നമുക്കിത് ശർക്കര മെൽറ്റാക്കി എടുക്കുക. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ശർക്കര മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മെൽറ്റാക്കി വെച്ച ശർക്കര നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു കൂട്ടിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂട് ആറാൻ പാടില്ല, ചൂടോടെ തന്നെ ചെയ്യാം. അരിപ്പ് വെച്ച് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം, ശർക്കരയിൽ അഴുക്കെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ മാവെല്ലാം കൂടി നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഒഴിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു മാവ് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഇത്രയും വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 കപ്പ് നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നല്ല ലൂസാക്കി എടുക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1/2 കപ്പ് വെള്ളം മതി കേട്ടോ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്ത പാടെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ കുഴിയിലും ഒരു 1/4 ഭാഗത്തോളം നിറച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച പാടന്നെ മറിച്ചിടണ്ട. ഒന്ന് കുക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ. ഒരുപാട് തീ അങ്ങ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആകും, പക്ഷേ ഉൾഭാഗം കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ വെച്ചിട്ട് ഒരു 30 ഉണ്ണിയപ്പോളം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് റെഡിയാക്കിയെന്ന് വെച്ചിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമില്ല കേട്ടോ. നല്ലൊരു ഉണ്ണിയപ്പം തന്നെയാണ്. അപ്പോൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളല്ലേ ഉള്ളൂ. അപ്പോൾ അധികം ലേറ്റ് ആക്കണ്ട. ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒട്ടും ഫെയിലാവാത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല സാധാ ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്